റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഏത് പ്രതിസന്ധിയും മറികടക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കും? ഏത് പ്രതിസന്ധി? പ്രതിപക്ഷ ഉപനേതാവ് എന്ന കീറാമുട്ടി സ്ഥാനം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യം CPI ശക്തമായി ഉന്നയിക്കുന്നതിന് പിന്നിൽ പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനമാണ്. പ്രതിപക്ഷ നേതാവായി പിണറായി വന്നതിൽ CPIയിൽ കടുത്ത അതൃപ്തി തുടരുന്നു. ഇതാണ് ഉപനേതാവ് പദവി ആവശ്യം ശക്തമാക്കാൻ കാരണം. തോൽവിക്ക് പിന്നാലെ പുതിയ മുഖത്തെ അവതരിപ്പിക്കണമെന്നതായിരുന്നു CPIയുടെ ആവശ്യം. ഉപനേതാവ് പദവിക്കായി അവസാനം വരെ ശ്രമിക്കാനാണ് CPIയുടെ തീരുമാനം. ഇക്കാര്യം ഇന്ന് ചേരുന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസ്ഥാന നേതൃത്വം അറിയിക്കും. ആദിൽ പാലോട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, അപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനമല്ല, തങ്ങളുടെ പ്രതിഷേധം കൂടിയാണ് ഈ പിടിവാശിയിലൂടെ CPI അറിയിക്കുന്നതെന്ന് വേണമോ കരുതാൻ? ഉറപ്പായും അരുൺകുമാർ, ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് CPI നേതാക്കളിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിപക്ഷ നേതാവ് ആര് എന്ന ചോദ്യം ഉയർന്ന ഘട്ടത്തിൽ തന്നെ മുഖം മാറണം, പുതിയ നേതൃത്വം വരണം എന്ന രൂപത്തിൽ പരോക്ഷമായുള്ള പ്രതികരണങ്ങൾ CPI നേതാക്കൾ നടത്തിയിരുന്നതാണ്. പിണറായി തന്നെ ഈ വലിയ തോൽവി നേരിട്ട ഘട്ടത്തിൽ ഒരു പുതിയ മുഖത്തെ അവതരിപ്പിക്കണം, ഒരു ഉന്മേഷം വേണം മുന്നണിക്കാകെ എന്നുള്ളതായിരുന്നു, പ്രതിപക്ഷത്തിനാകെ എന്നുള്ളതായിരുന്നു CPIയുടെ അഭിപ്രായം. KN ബാലഗോപാലോ മറ്റോ പുതിയ നേതാവായി വരട്ടെ എന്ന അഭിപ്രായമുണ്ടായിരുന്നു. പക്ഷേ CPMന്റെ തീരുമാനമാണ്, അതിൽ കയറി ഇടപെടാൻ ഒരിക്കലും CPIക്ക് കഴിയില്ല. ആ പരിമിതി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചില അഭിപ്രായങ്ങൾ പരോക്ഷമായി നടത്തിയത്. പക്ഷേ CPM അവസാനം പിണറായിയെ തന്നെ പ്രതിപക്ഷ നേതാവായി കൊണ്ടുവന്നു. വീണ്ടും ഈ വലിയ തകർച്ചയിലും പിണറായി തന്നെ വന്നതിൽ കടുത്ത അമർഷം ആ ഘട്ടം മുതൽ CPIക്കുണ്ടായിരുന്നു. ആ വലിയ അതൃപ്തി കൂടിയാണ് ഇപ്പോൾ ഈ പിടിവാശിക്ക് പിന്നിൽ എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. CPIയുടെ ആവശ്യത്തിന് പിന്നിൽ പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കി കൊണ്ടുവന്നതാണ്. തങ്ങളുടെ ആവശ്യം, തങ്ങളുടെ പൊതുവിലുള്ള വികാരമൊന്നും പരിഗണിക്കാതെ പിണറായി തന്നെ വന്നതിലുള്ള പ്രതിഷേധമാണ് ഉപനേതാവ് പദവി തങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്ന ഈ പിടിവാശിക്ക് പിന്നിൽ എന്നതാണ്. ഉപനേതാവ് പദവിക്ക് വരെ അവസാനം വരെ ശ്രമിക്കാനുള്ള തീരുമാനം കൂടി CPIയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇന്നിപ്പോൾ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ദില്ലിയിൽ ചേരുകയാണ്, അജോയ് ഭവനിൽ CPI ആസ്ഥാനത്ത്. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തും എന്നുകൂടി ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. ഒപ്പം പ്രതിപക്ഷ നേതാവ്, LDF കൺവീനർ എന്നീ പ്രധാനപ്പെട്ട 2 സ്ഥാനങ്ങൾ CPMന്റെ കൈവശമുണ്ട്. അപ്പോൾ ഉപനേതാവ് സ്ഥാനം നൽകുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന ചോദ്യം കൂടി CPI നേതൃത്വം ചോദിക്കുന്നുണ്ടായിരുന്നു.